Sir, before going to paint session, I would like to listen few words from TC sir. Welcome sir. जी बहुत बहुत धन्यवाद, थैंक यू। सभी का बहुत बहुत स्वागत है। पेंट सेशन, सही कहा, पेंट सेशन की बात करने से पहले, क्योंकि हम इतने दिन से मिल रहे हैं तो कुछ दूसरी बात होना ज्यादा जरूरी है। तो अभी आरसीएम एक बहुत अलग मोड में आने वाला है। रूपांतरण यात्रा की तैयारियां चल रही है, परंतु रूपांतरण यात्रा से पहले और रूपांतरण यात्रा के टाइम और रूपांतरण यात्रा के बाद आरसीएम पूरी तरह से बदलाव की ओर चल रहा है। सेवा, स्वास्थ्य, संस्कार, ताकि हम पूरी दुनिया में पहुंच सके, घर घर में पहुंच सके, इसकी वैल्यूज को सबको दिखा सके। और ग्रोथ जो है हमारा एक बेस, मतलब ग्रोथ लगातार हो, अच्छी ग्रोथ, बड़ी ग्रोथ। तो इस पे बहुत सारी तैयारियां चल रही है, बहुत बड़ा रूपांतरण चल रहा है, बहुत बड़ा बदलाव चल रहा है। और आपके यहाँ बहुत अच्छा काम हो रहा है, मुझे बहुत खुशी है। केरला में टॉप, मतलब एकदम जो आपका परफॉर्मेंस है बहुत ही अच्छा जा रहा है। तो मैं आपको बहुत बहुत धन्यवाद देना चाहता हूँ, बधाई देना चाहता हूँ। അതായത് ആർസിഎമ്മിന്റെ നന്മകൾ, ആർസിഎം ചെയ്യുന്ന സേവാഭാവത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ ആർസിഎം ചെയ്യുന്ന കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രോത്തിലും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആളിലേക്ക് എത്തിക്കുന്നതിലും കൂടുതൽ ശ്രദ്ധിക്കുന്നു. രൂപാന്തരണ യാത്ര, സെലിബ്രേഷൻ, ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് സമൂഹത്തിൽ ആർസിഎമ്മിനൊരു സൽപ്പേര്, അതായത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് ആർസിഎം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ അറിയിച്ച് ആർസിഎമ്മിന്റെ ഒരു സാമൂഹികമായ അംഗീകാരം നേടിയെടുക്കുക. നമുക്ക് കുറച്ച് പിൻവലും പൈസയും കിട്ടുന്നതിനേക്കാൾ ഉപരി ഇതാണ് ആർസിഎം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ, പെയിന്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മൊത്തത്തിൽ ആർസിഎമ്മിന് നല്ല ഒരു വളർച്ചയാണ്, നല്ലൊരു തരംഗമാണ്, നല്ല ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതിൽ കേരളത്തിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇൻവോൾവ്മെന്റ്, കേരളത്തിന്റെ പങ്ക് വളരെ ശ്ലാഘനീയമാണെന്നാണ് സാറ് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം കേരളം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് നമ്മുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ അപ്രീസിയേഷൻ ആണ്. താങ്ക് യു സർ. ഓക്കെ, यस। तो अभी जो पेंट को लेकर हम आज आपसे बातचीत भी करने वाले हैं, तो पेंट को लेकर कंपनी में बहुत बहुत ज्यादा बड़ी तैयारियां चल रही है, बहुत ज्यादा बड़ी। मतलब हमें खुद ही ऐसा एक फील आ रहा है कि पेंट का बहुत बड़ा काम होने वाला है। वैसे भी ये बहुत बड़ा प्रोडक्ट है, लेकिन अब क्वालिटी, सर्विसेज, सप्लाई और जो एक प्रॉपर सिस्टम होना चाहिए, और उसका बहुत बड़ी तैयारियां चल रही है। साथ में, या तो पहले ट्रेनिंग के बाद मैं बताऊंगा, वैसे वो बता देंगे। टेक्सचर, पेंट टेक्सचर जो होता है उसको लेकर बहुत जल्दी आपके बीच एक बहुत अच्छी रेंज और बहुत बेस्ट क्वालिटी के साथ टेक्सचर आने वाले हैं। डिजाइनर पेंट भी आने वाले हैं। बहुत बहुत बड़ी बड़ी तैयारियां चल रही है, और क्वालिटी जो हमारी आई है अभी तक, वो बहुत ही अच्छी क्वालिटी आई। आप उसको यूज करके देखेंगे तो आपको खुद सामने आएगा। जिन्होंने भी यूज किया है वो बहुत सेटिस्फाइड है। तो आगे का सत्र एक बार रमेश जी लेंगे। तो താങ്ക് യു സർ. സാർ പറഞ്ഞത് പെയിന്റ് എന്ന് പറയുമ്പോൾ വെറുതെ പെയിന്റ് മാത്രമല്ല, വലിയ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോഗ്രസ് ആണ് ആർസിഎം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ടെക്സ്ചറും അതുപോലെയുള്ള മറ്റ് എന്താ പറയുക, അങ്ങനെയുള്ള പെയിന്റുകളൊക്കെ നമുക്ക് വരാൻ പോവാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വിചാരിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം ഈ രംഗത്ത് നമുക്കുണ്ടാകും. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാണ്, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും വളരെ വലുതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിനെ കൂടുതൽ ഉത്സാഹത്തോടു കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വലിയ നേട്ടം ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഇന്ന് സെഷനിലേക്ക് പോകാമെന്നാണ് സാർ പറഞ്ഞത്. ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ആർസിഎമ്മിന്റെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഓവിര പെയിന്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതിനു മുന്നേ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന പെയിന്റിനെക്കാട്ടിലും
കൂടുതലായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് പ്രൊട്ടക്ഷൻ രീതിയായിട്ട്, അതായത് ഫംഗലൊക്കെ വന്നിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, താങ്ങുന്ന രീതിയിൽ, നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് താങ്ങുന്ന രീതിയിലും, പിന്നെ അതേപോലെ പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലും, ഫംഗലും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഏൽക്കാത്ത രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ പെയിന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഓവിര പെയിന്റ്സ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ലക്ഷറി പെയിന്റ്സ്, നല്ല ഫിനിഷിങ്ങും മെയിൻ്റനൻസും ഡ്യൂറബിലിറ്റിയും ലോങ് ലാസ്റ്റിങ്ങും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കാൻ പാകത്തിനാണ് ഈ പെയിന്റ് നമ്മൾ ഇന്നോവേറ്റ്, അതായത് ഇതിനു മുന്നേ നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഇല്ലാതിരിക്കുന്ന രീതിയിൽ നമ്മൾ പെയിന്റിനെ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇത് നമ്മള് വാൾ സെറ്റ് പ്രൈമർ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വാളിൽ സെറ്റ് ആവുന്ന പ്രൈമർ ആണ്. ഇത് ഇന്റീരിയറും എക്സ്റ്റീരിയറും രണ്ട് സർഫേസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എക്സ്റ്റീരിയർ ആസ് വെൽ ആസ് ഇന്റീരിയർ ഉപയോഗിക്കാവുന്ന ഓവിര വാൾ സെറ്റ് പ്രൈമർ. ഇതിന്റെ പേര് വാൾ സെറ്റ് പ്രൈമർ, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല വൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നല്ല വൈറ്റ്നസ്സും ഉണ്ട്. നമുക്ക് ഓൾറെഡി നമുക്കറിയാമല്ലോ, പ്രൈമർ നമ്മൾ അടിക്കുന്നത് തന്നെ നല്ല ഏരിയ കിട്ടുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രൈമറും നല്ല ഏരിയ കിട്ടുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ നല്ല റിസൾട്ട് ആണ്. ഇപ്പൊ 2 ലോഡ് കഴിഞ്ഞ് 3ാമത്തെ ലോഡ് വരെ നമ്മൾ കോഴിക്കോടിലൊക്കെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, സോ വാൾ സെറ്റ് പ്രൈമർ ഇന്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ രണ്ട് സ്ഥലത്തും അടിക്കാവുന്നതാണ്. ഓക്കെ, അടിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അടിക്കേണ്ടതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സ്മൂത്ത് ക്ലിയറൻസ് ഉണ്ടാവും. ഇത് എമേർഷന്റെ ക്വാളിറ്റി, അപ്പിയറൻസ് നല്ല നല്ല വൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് എമേർഷന്റെ ലുക്ക് ഉണ്ടാവും, സ്മൂത്ത് ഫിനിഷിംഗ് ഉണ്ടാവും, എമേർഷന്റെ അപ്പിയറൻസ് ഉണ്ടാവും. ഓക്കെ, നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്യേണ്ട റേഷ്യോ, ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. മിക്സ് ചെയ്യേണ്ട റേഷ്യോ, നമ്മൾ ഇപ്പൊ ഒരു 10 ലിറ്റർ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വെള്ളമാണ് മിക്സ് ചെയ്യേണ്ടത്. 10 ലിറ്റർ പെയിന്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ 30 മുതൽ 40% പറയുമ്പോൾ 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് 1 ലിറ്റർ പെയിന്റ്, 1 ലിറ്റർ പ്രൈമർ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 100 മുതൽ 110 സ്ക്വയർ ഫീറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഓക്കെ, സോ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല ഏരിയ കിട്ടുന്നുണ്ട്, വൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഇത് എല്ലാ പെയിന്റിനെ പോലെ തന്നെ പാക്കേജ് സൈസ് വന്ന് 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ആണ് പാക്കേജിന്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 24 മന്ത്സ് ആണ്. അത് ഏതൊരു പ്രോഡക്റ്റിനും ഒരു സെൽഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാക്ക് അൺപാക്ക് ചെയ്യുന്നേക്കുമ്പായിട്ട് ഉണ്ടാവും. അങ്ങനെ ഇത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് 24 മന്ത്സ്. ഓക്കെ, സോ ഇത് നമ്മള് പ്രൈം പ്ലസ് വാൾ സെറ്റ് പ്രൈമർ ആണ്, അതായത് പ്രീമിയം ബേസ് കോട്ട് ആണ്. ഇത് നമ്മൾ പ്രൈമർ എന്ന് പറയുമ്പോഴേ നോർമലി ബേസ് കോട്ട് ആണ്. നമ്മൾ പ്ലാസ്റ്ററിംഗ് വർക്ക് ചെയ്തിട്ടോ അല്ലെ സിമെന്റ് വർക്ക് ചെയ്തിട്ടോ അല്ലെ POP അല്ലെ ഏത് വർക്കാണ് ചെയ്തിട്ടെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ നമ്മൾ പ്രൈമർ കൊടുത്തിട്ടാണ് പെയിന്റിലേക്ക് പോവുക. ആ ബേസിക് ഒരു കോട്ടാണ് ഇത്. ഫസ്റ്റ് കോട്ട് എന്ന് പറയും പ്രൈമർ കോട്ട്. പക്ഷെ ആ പ്രൈമർ കോട്ടിന് ഇതിന് വന്ന് പ്രീമിയം ക്വാളിറ്റി, ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൈമർ കോട്ടാണ് ഇത്. ഇതായാലും മറ്റേ പ്രൈമർ ആയാലും ശരി, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ എല്ലാ പോർസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ദ്വാരങ്ങള്, ചെറിയ ചെറിയ ക്രാക്കും കാര്യങ്ങൾ. ഇപ്പൊ സിമെന്റ് ഫിനിഷിംഗ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം, സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം അതിൽ ചെറിയ ചെറിയ പോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാനും സ്മൂത്ത് ഒരു സർഫേസ് കിട്ടാനാണ് ഈ ടോപ്പ് കോട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ പ്രൈമിങ് കൊടുക്കുന്നതാണ് ഈ ടോപ്പ് കോട്ട്. ഇതും വന്ന് വണ്ടർഫുൾ ആയിട്ട് വൈറ്റ് കളറാണ്. നല്ല ഓൾറെഡി നമ്മൾ ഇവിടെ കോഴിക്കോട്ടിൽ കൊടുത്തു കഴിഞ്ഞു. സോ നല്ല വൈറ്റ് കളർ, വൈറ്റ് നല്ല ഏരിയ കിട്ടുന്നുണ്ട്. ടോപ്പ് കോട്ടാണ് ഇതും സ്മൂത്ത് ഫിനിഷിംഗ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എല്ലാ സർഫേസിലും ഉപയോഗിക്കാവുന്നതാണ്, എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ. പ്രീമിയം കോട്ടാണ് ഇത്, പ്രീമിയം പ്രൈമർ ആണ്. സെയിം ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉപയോഗിക്കാവുന്നതാണ്. പുട്ടി ചെയ്ത സർഫേസിൽ ഉപയോഗിക്കാം, പുട്ടി ഇല്ലാത്ത സർഫേസിൽ ഉപയോഗിക്കാം, എക്സ്റ്റീരിയർ ഉപയോഗിക്കാം, ഇന്റീരിയർ ഉപയോഗിക്കാം, കോൺക്രീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം, POP-ന്റെ വർക്കിലും ഉപയോഗിക്കാം. ഇതിന്റെ ഡയലൂഷൻ, ആദ്യത്തിന് ഇതിന് ഡയലൂഷൻ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം എല്ലാവരും. 40 to 50%. ഫോർ എക്സാമ്പിൾ 10 ലിറ്റർ പെയിന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെയാണ് വെള്ളം മിക്സ് ചെയ്യാവുന്നത്. ഇതിന്റെ കവറേജ് നോക്കിയാലും 1 ലിറ്ററിന്റെ പ്രൈമർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 മുതൽ 110 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഇതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ പാക്കിംഗ് സൈസും എല്ലാം കോമൺ ആയിട്ട് എല്ലാ പെയിന്റിന്റെ പാക്കിംഗ് സൈസ് വരുന്നത് ഇത് തന്നെയാണ്. 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ. ഇതിന് ഇനിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ സർഫേസ് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൽ തന്നെ ഡ്രൈ ആവുന്നുണ്ട്. ഈ സെൽഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് 24 മന്ത്സ് എന്ന് കൊടുത്തിട്ടുള്ളത് ഇത് വന്ന് ജസ്റ്റ് ഫോർ നമ്മൾ പറയല്ലോ ഓരോരോ പ്രോഡക്ട്സിനും കൊടുക്കുന്നതാണ് അങ്ങനെ. പക്ഷെ 36 മന്ത്സ് ഒക്കെ ആയിട്ടും ഒരു കുഴപ്പമില്ല, അതിലും കൂടുതലായാലും പെയിന്റ് ഒന്നും ആവല്ല. പക്ഷെ അതല്ല ഒഫീഷ്യൽ ടോക്കൺ നമ്മൾ പറയുമ്പോൾ അതിന്റെ 24 മന്ത്സ് ആണ് അതിന്റെ ലൈഫ് ടൈം.
ബക്കറ്റിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ബക്കറ്റിന്റെ അകത്ത് 5 തരത്തിലുള്ള പെയിന്റ് ആണ് ഉള്ളത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റീഗൽ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എമോഷൻ ആണ് ഇത്. പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് പഴയ പെയിന്റിൽ നമ്മൾ ഗ്രേസ് ഇന്റീരിയർ മാത്രം ഉപയോഗിക്കുമായിരുന്നു, വിഗോർ എക്സ്റ്റീരിയർ മാത്രം ഉപയോഗിക്കായിരുന്നു. ഇത് നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉപയോഗിക്കാവുന്ന ഒരു പെയിന്റ് ആണ്. അത് കൂടാതെ ഇത് ഗ്രേസിനും വിഗോറിനും ഒക്കെ വന്നിട്ട് നമുക്ക് 3 years ലൈഫ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതായത് അടിച്ചതിന് ശേഷം പെയിന്റിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 3 years ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഓറിയ ആൻഡ് ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞ് വേറെ 2 പെയിന്റ് ഉണ്ടായിരുന്നു പ്രീമിയം കാറ്റഗറിയിൽ. അതിന് 5 years ആണ് ലൈഫ് ടൈം ഉണ്ടായിരുന്നത്. ഇത് എല്ലാം കൂടി ഒരു ബക്കറ്റിന്റെ അകത്ത് ആ എല്ലാ ക്വാളിറ്റി, അതായത് മാറ്റ് ഫിനിഷിംഗ് ആണ്, പ്രീമിയം ക്വാളിറ്റിയിലും ഉണ്ടാവും. പിന്നെ അതായത് ആപ്കോലൈറ്റിന്റെ നമ്മൾ മാർക്കറ്റിലെ ഏഷ്യൻ പെയിന്റിന്റെ ആപ്കോലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. അതായത് പല തരത്തിലുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ തനിത്തനിയെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒറ്റ പ്രോഡക്റ്റിൽ ഇന്നോവേറ്റീവ് ആയിട്ട് എല്ലാം കൂടി ഉള്ള മാതിരി 5 years ലൈഫ് ടൈം ഉള്ള മാതിരിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ കൊടുത്ത് ഇതിനു മുന്നേ 2 പ്രൈമറും കൊടുത്തു, അതിന്റെ കൂടെ ഈ പെയിന്റ് ആണ് ഞാൻ കൊടുത്തത്. ഇത് കൂടുതൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് കൊടുത്തു. പക്ഷെ ഒരു കല്യാണ വീട്ടിലും കൊടുത്തു, വേറെ ഒരു വീട്ടിലും കൊടുത്തു. ആ പെയിന്റർ തന്നെ വിളിച്ചു ചോദിച്ചു, ഇത് ഭയങ്കര കട്ടിയാണ് മാം, അടിപൊളി സാധനമാണെന്നൊക്കെയാണ് വിളിച്ച് എന്നോട് പറഞ്ഞത്. സോ ഇതിന്റെ അകത്ത് നോൺ പീലിംഗ് ടെക്നോളജി, അതായത് പൊളിഞ്ഞു പോരാത്ത രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. UV പ്രൊട്ടക്ഷൻ ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, 5 തരത്തിലുള്ള പെയിന്റും കൂടി ഇതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഉള്ളത്. ലോങ് ലൈഫും ഉണ്ട്, ഫ്രഷ്നെസ് ഉണ്ട്, വാൾ നല്ല ബ്രൈറ്റ് ആണ്, വൈറ്റ് കളർ ആണ്. പിന്നെ ലോങ് ലാസ്റ്റിങ്ങും ഇതിന്റെ അകത്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് 5 years നമുക്ക് ഇത് ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിന്റെ ഡയലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 to 50%. പക്ഷേ ഞാൻ കൊടുത്ത പെയിന്റർ എന്നോട് വിളിച്ച് ചോദിച്ചത്, മാഡം ഇത് 40-50% അല്ല, അതിലും കൂടുതൽ മിക്സ് ചെയ്യേണ്ടി വരും തോന്നുന്നു, ഭയങ്കര കട്ടിയാണെന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. ഇത് പുതിയതായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല. കമ്പനി എന്താണോ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അത് ചെയ്യും നിങ്ങൾ എന്നാണ് പറഞ്ഞത് ഞാൻ അവരോട്. ഓക്കെ, സോ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് കട്ടിയായിട്ടുമാണ് ഈ പെയിന്റ് ഉള്ളത്. പിന്നെ ഇതിന്റെ കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പറയുന്ന 90 to 100 square feet എന്നാണ്. പക്ഷെ അവർ ഏകദേശം ഒരു 10 liter വെച്ചിട്ട് തന്നെ അത്യാവശ്യം ആ കല്യാണ വീടിന്റെ ഒപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 1 or 2 20 liter വേണമെന്ന് പറഞ്ഞെടുത്താണ് അവർ അത്രയ്ക്കും കുറവായിട്ട് പെയിന്റ് ഉപയോഗിച്ചത്. ഓക്കെ, സോ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്, എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഇതിൽ നമുക്ക് 1500 ഷെയ്ഡ്സ് കൂടുതൽ, ഇത് എക്സ്റ്റീരിയറും കൂടി ഇൻബിൽറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറെ ഷെയ്ഡ്സ് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇനി നമ്മൾ ഓൺ ദ വേ നമ്മൾ അതൊക്കെ പഠിക്കും. പിന്നെ 1 liter, 4 liter, 10 liter, 20 liter ഇതാണ് സ്കാന്റെ സൈസ്. ഇതിന്റെ ഡ്രൈയിങ് ടൈം എന്ന് പറഞ്ഞാൽ 30 minutes ആണ്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ, രണ്ടാമത്തെ കോട്ട് കൊടുക്കുമ്പോൾ 4 to 6 hours നല്ല വെയിലുള്ള സമയം, അതായത് വെയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ 27 degree Celsius ആണ് ഒരു മിനിമം വെയിൽ ചൂട് എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ആ ഒരു ചൂട് കാറ്റഗറിയിൽ ഉണങ്ങിയാൽ മാത്രം 4 to 5 hours ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ സെക്കൻഡ് കോട്ട് കൊടുക്കാവൂ. 30 minutes നമുക്ക് ഡ്രൈയിങ് ടൈം ആവുന്നുണ്ട്. പക്ഷെ അടുത്ത കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4 to 6 hours നമ്മൾ ടൈമിംഗ് കൊടുക്കണം. പിന്നെ പഴയ പെയിന്റിനെ മാതിരിയല്ല, ഇതിന്റെ ആ കുറഞ്ഞ വിലയ്ക്ക് ഇതിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ആ പെയിന്റിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 5 years ആണ് കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ശരിക്കും ഇതിനെ എല്ലാവരും തന്നെ കൈയടിക്കുക തന്നെ വേണം. 5 years എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. പിന്നെ അതേപോലെ പ്രോഡക്റ്റിന്റെ സെൽഫ് ടൈം നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് വന്ന് 24 months ആണ്. ഇപ്പൊ ഇത് വന്ന് 36 months ആണ് പെയിന്റിന്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത്. പിന്നെ ഇതിന് ഉപയോഗിക്കേണ്ട പ്രൈമർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നമുക്ക് വാൾസെറ്റ് പ്രൈമർ ആണ് ഇതിന്റെ കൂടെ കമ്പനി നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈമർ. നമ്മൾ പ്രീമിയം കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞു, അതായത് ലക്ഷറി എമോഷൻ ആണ് ഇത്. ലക്സോ ഇന്റീരിയർ ആസ് വെൽ എസ് ഇന്റീരിയർ എക്സ്റ്റീരിയർ എമോഷൻ ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഇത് 100% അർക്ലിക് ബ്ലെൻഡ് ആണ്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ അകത്ത് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ്, കളർ എന്തെങ്കിലും ആഡ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പിഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറെ കാലം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ അകത്ത് ബാക്ടീരിയൽ കൺട്രോൾ ചെയ്യാനും ഡാംനെസ് ഒക്കെ കുറയ്ക്കാനും ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റി, നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ലക്ഷറി പ്രോഡക്റ്റ് വന്നിട്ട് 7 years ആണ് ലൈഫ് ടൈം ഉണ്ടായിരുന്നത്. ഇത് 8 years ആണ് ലൈഫ് ടൈം തന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഇത് റിച്ച്, നല്ല ഷൈനിങ് ആണ്, ഹൈ ഷൈനിങ്ങും സ്മൂതി ഫിനിഷിംഗും ആണ്. സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിംഗ്, അതായത് നിങ്ങൾക്ക് അത് ഒരു അപ്പിയറൻസ്, ഇത് നമ്മൾ മാർക്കറ്റിലുള്ള കമ്പാരിറ്റീവ് ആയിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ് അപെക്സ് അൾട്ടിമ പ്രൊട്ടക്ടർ. പിന്നെ അതേപോലെ റോയൽ ഐ ഷൈൻ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലുള്ള പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ വന്നിട്ട് നമുക്ക് ഒരു പെയിന്റ് എക്സ്റ്റീരിയറും ഒരു പെയിന്റ് ഇന്റീരിയർ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന പെയിന്റുകളാണ്. പക്ഷെ ഇത് നിങ്ങൾ ലക്ഷറി പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റീരിയറും ഉപയോഗിക്കാം, ഇന്റീരിയറും ഉപയോഗിക്കാം. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഇത് ഡസ്റ്റ് പ്രൂഫ് ആണ്. ഡസ്റ്റ് നമുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്.
ഡേർട്ട്, അതായത് പിള്ളേർ എന്തെങ്കിലും വരയ്ക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്ത് നമുക്ക് ഫ്രഷ് ആയിട്ട്, ബോൾ വന്ന് എപ്പോഴും ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ നമുക്ക് വെച്ചിരിക്കാവുന്നതാണ്. പിന്നെ എല്ലാവരും ഓർക്കേണ്ട കാര്യം, നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, 6 മാസം കൂടുമ്പോൾ, 6 മാസം, അതായത് ഒരു മഴ കഴിഞ്ഞ് അടുത്ത വെയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതിനെക്കാട്ടിലും, ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള 8 വർഷമാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ അത് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതിന്റെ ഡയലൂഷൻ, ടെക്നിക്കലായിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഡയലൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ 10 ലിറ്ററിന് 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏരിയ, 1 ലിറ്റർ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 സ്ക്വയർ ഫീറ്റ് മുതൽ 110 സ്ക്വയർ ഫീറ്റ് വരെ കിട്ടും. നമ്മൾ ആദ്യം കണ്ട റീഗൽ വന്ന് കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷിംഗ് ആണ്. ഇത് 100% സ്മൂത്ത് ആൻഡ് ഗ്ലോസി ഫിനിഷിംഗ് ആണ്. പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1700 കൂടുതൽ പ്ലസ് എന്നാണ്, 1700 കൂടുതൽ കളേഴ്സ് നമുക്ക് ഇതിന്റെ അകത്ത് എടുക്കാവുന്നതാണ്. പാക്കിംഗ് സൈസ് എന്ന് പറയുന്നത് എല്ലാ പെയിന്റും 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ആണ് പാക്കറ്റ് വരുന്നത്, ബോക്സ് വരുന്നത്. പിന്നെ ഇതിന്റെ സർഫേസ് ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കും, സെക്കൻഡ് കോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 4 to 6 hours നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് കൊടുക്കാവൂ. ഇതിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഗ്ലോസി ഫിനിഷിംഗ് ആണ്. ഇത് നല്ല വാഷബിലിറ്റി ആണ്. അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ റീഗലിനെക്കാട്ടിലും ഇത് നല്ല വാഷബിലിറ്റി ആണ്. അതാണ് നമ്മൾ പറഞ്ഞു, മക്കളൊക്കെ ഏതെങ്കിലും വരയ്ക്കുകയോ എടുക്കുകയൊക്കെ ചെയ്താൽ നമുക്കത് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ സെൽഫ് ടൈം എന്ന് പറയുന്നത് 36 months ആണ്. ഡ്യൂറബിലിറ്റി 8 years ആണ്. നമുക്ക് ഇതിന് മുന്നേ ഈ പ്രീമിയം കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഇതേ പ്രോഡക്റ്റിന് നമുക്ക് 7 years ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും ഇത് അടിപൊളിയായിട്ട് ക്വാളിറ്റി വൈസ് നോക്കിയാലും ഇതിന്റെ കൺസിസ്റ്റൻസി, അതായത് ഞാൻ പറഞ്ഞില്ലേ, കട്ടി കൂടുതലുണ്ട് പെയിന്റിന്. ഇപ്പൊ വരുന്ന നമ്മൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാ പെയിന്റിനും നല്ല കട്ടിയുണ്ട്. പിന്നെ അതേപോലെ ഇത് എല്ലാ ഇന്റീരിയറും എക്സ്റ്റീരിയറിനും വാൾസിൽ, അതേപോലെ POP ആയാലും ഏതിൽ വേണമെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ചെയ്യുക. അതേപോലെ അപ്ലൈ ചെയ്തതിനു ശേഷവും 6 മാസം, ഇതിന്റെ അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് അപ്ലിക്കേഷൻ കെയർ 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഈ 8 വർഷത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും. ഇതിന്റെ പ്രൈമർ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ ഒവിരാന്റെ തന്നെ ജെൽ റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡാം പ്രൊട്ടക്ടർ ഉണ്ട്. ആ ഡാം പ്രൊട്ടക്ടർ വന്ന് ഇന്റീരിയർ ഉപയോഗിക്കാം, എക്സ്റ്റീരിയർ ഉപയോഗിക്കാം, പ്രൈമറായിട്ട് ഉപയോഗിക്കാം. പ്രൈമറായിട്ട് ഉപയോഗിക്കുമ്പോൾ വേറെ രീതിയിലാണ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, അത് പ്രൈമറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് കൂടാതെ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു പ്രൈം പ്ലസ്. ആ പ്രൈം പ്ലസ് വന്നിട്ട് പ്രീമിയം ക്വാളിറ്റി പ്രൈമർ ആണ്. അതും നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഉപയോഗിക്കാം. ഇന്റീരിയർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ പ്രൈം പ്ലസ് റെക്കമെൻഡ് ചെയ്യാം. എക്സ്റ്റീരിയറിൽ കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജെൽ റോക്ക് ഡാം പ്രൊട്ടക്ടർ അല്ലെ ഡാം പ്രൂഫ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക ഈ പെയിന്റ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ. ഓക്കെ, എക്കോ ഗാർഡ് ഐ ഷൈൻ. ഓക്കെ, ഇന്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ, അകത്തും പുറത്തും അടിക്കാവുന്ന എക്കോ ഗാർഡ്. ഇതാണ് നമ്മുടെ പ്രീമിയം, അതായത് നമ്മളെ കിങ് ഓഫ് പെയിന്റ് നമ്മൾ പറയുമല്ലോ, ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ഓക്കെ, ഇത് നമുക്ക് ക്രാക്ക്, ഹീറ്റ്, ഡസ്റ്റ്, റെയിൻ, ഇങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനും ട്രിപ്പിൾ ആക്ഷൻ ടെക്നോളജിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് കമ്പാരിറ്റീവ് ആയിട്ട് മാർക്കറ്റിൽ വേറെ പെയിന്റ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇത് 12 years ലൈഫ് ടൈം ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏഷ്യൻ പെയിന്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, റോയൽ ഐഷൈനോ അല്ലെ നമ്മളെ നെറോലാക്കിൽ എടുത്തു കഴിഞ്ഞാല്, സിൽക്ക് അല്ലെ വേറെ കമ്പനിലൊക്കെ എടുത്തു കഴിഞ്ഞാല് ഈസി ക്ലീൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ മുന്തിയ ക്വാളിറ്റിയിലുള്ള സാധനമാണ് ഇത്. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാറ്റഗറിയിൽ വന്ന എല്ലാ പെയിന്റും തന്നെ ഭയങ്കര കട്ടിയാണ്, നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഭയങ്കര ഗ്ലോസി ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഫിലിം ഒരു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കോട്ട് എന്ന് പറയുന്നത് ഒരു ഫിലിമിന്റെ ഒരു ക്വാളിറ്റിയിലാണ് ഉണ്ടാവുക. ഒരു ഫിലിം പണ്ടൊക്കെ നെഗറ്റീവ് എന്നൊക്കെ പറയല്ലോ, ആ തിക്നെസ്സേ ഉണ്ടായിരുന്നല്ലോ ഒരു കോട്ട്. പക്ഷെ ഇത് വന്നിട്ട് 400%, ഓക്കെ, ആ ഫിലിം കോട്ടിന്റെ 400% എലാസ്റ്റിസിറ്റി ആണ്. പണ്ട് നമുക്ക് വന്നിട്ട് 100% അല്ലെ 200% എലാസ്റ്റിസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 400% എലാസ്റ്റിസിറ്റി ആണ്. ഹൈ ഗ്ലോസി ആണ്, ഹൈ ഷൈൻ ആണ്. പിന്നെ നമുക്ക് ഓർഡർ സ്മെല്ല് കുറവാണ്, നല്ല സ്മൂത്തി സർഫേസ് ആണ്. ഏത് പ്രോഡക്റ്റിനെ വേണമെങ്കിലും വെല്ലുന്ന രീതിയിൽ, നമ്മുടെ മാർക്കറ്റിലുള്ള ഏത് പ്രോഡക്റ്റിനെ വേണമെങ്കിലും വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 12% ആണ്. ആദ്യത്തെ കണ്ട പെയിന്റിനെക്കാട്ടിലൊക്കെ ഇതിന്റെ വാഷബിലിറ്റി എക്സലന്റ് വാഷബിലിറ്റി ആണ്. 36 months ആണ് ലൈഫ് ടൈം. പിന്നെ അതേപോലെ ഇത് നല്ല കട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലതായിട്ട് ഡയലൂട്ട് ചെയ്യണം. ഒരു 10 ലിറ്റർ പെയിന്റ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 6 ലിറ്റർ മുതൽ 7 ലിറ്റർ വരെ വെള്ളം നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. 6 ലിറ്റർ മുതൽ 7 ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 10 ലിറ്റർ എന്ന് പറയുന്നത് 17 ലിറ്ററിന്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് കോട്ടിൽ കിട്ടി.
സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തിക്നെസ്, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ പെയിന്റ് നല്ല കട്ടിയായിരിക്കുന്നുണ്ട്, അത് നമ്മൾക്ക് ലൂസ് ആയിട്ടാണ് ഫസ്റ്റ് കോട്ട് കൊടുക്കേണ്ടത്. സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ 50 to 60%, അത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ പെയിന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ അകത്ത് കമ്പനി കൊടുത്തിട്ടുള്ള കവറേജ് ഏരിയ എന്ന് പറയുന്നത് 110 സ്ക്വയർ ഫീറ്റ് മുതൽ 130 സ്ക്വയർ ഫീറ്റ് വരെയാണ് ഒരു ലിറ്ററിന് കിട്ടുക എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ രീതിയിൽ നമ്മൾ ഡയലൂട്ട് ചെയ്ത് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഈ ഉള്ള പെയിന്റ് അടിക്കുമ്പോൾ 200 സ്ക്വയർ ഫീറ്റ് വരെ കിട്ടിയ സർഫേസുകൾ ഉണ്ട് എന്നാണ് ഇപ്പൊ സാർ പറഞ്ഞത്. ഞാനിപ്പോ കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടും. നമുക്ക് അടിച്ചു പൊളിച്ച് കേരളത്തിൽ ബിസിനസ് ചെയ്യാവുന്നതാണ്. 30 മിനിറ്റ്സ്, ഇതിന്റെ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക, സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 4 to 6 hours എങ്കിലും അത് മിനിമം ഉണങ്ങാനുള്ള സമയം കൊടുക്കുക. പിന്നെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഉപയോഗിക്കാവുന്നതാണ്. 6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടിച്ചു കഴിഞ്ഞാൽ, ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഈ 12 അല്ല അതിലും കൂടുതൽ വർഷം നമുക്ക് ഇത് കിട്ടും. ഇതിന് ഉപയോഗിക്കാവുന്ന പ്രൈമർ എന്ന് പറയുന്നത് നമ്മളെ ജെൽ റോക്സ് ആണ്, ഡാം പ്രൂഫ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈം പ്ലസ്, അത് നമുക്ക് ഇന്റീരിയർ സർഫേസിന് ഉപയോഗിക്കാം. ജെൽ റോക്സ് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഉപയോഗിക്കാം. ഈ പ്രൈം പ്ലസും എക്സ്റ്റീരിയർ ഇന്റീരിയറും ഉപയോഗിക്കാം. പക്ഷെ ഈ ഒരു കാറ്റഗറി പെയിന്റ് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈമർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂറബിലിറ്റി എക്സ്ട്രാ ആയിട്ട് കിട്ടും, കുറച്ചുകൂടി കൂടുതൽ നീണ്ടു നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ജെൽ റോക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു ജെൽ റോക്ക് അല്ലെ, ഡാം പ്രൊട്ടക്ടർ, ഡാം പ്രൂഫ് പെയിന്റ് ആണ് ഇത് നമുക്ക്. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ചും കൂടി, അതായത് നമ്മൾ ആദ്യം കണ്ട നമ്മളെ കയ്യിലുള്ളതിനെക്കാട്ടിലും ഉണ്ടായിരുന്നതിനെക്കാട്ടിലും ഇത് വന്നിട്ട് വാട്ടർ പ്രൂഫ്, റെയിൻപ്രൂഫ്, ഗ്ലാസ് ഫൈബേഴ്സ് ആണ് ഇതിന്റെ അകത്ത് ഉള്ളത്. ഇത് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ റൂഫ് ടോപ്പ്, ടെറസിന്റെ ടോപ്പായിട്ടും ടെറസ് കോട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും റൂഫ് ടോപ്പ്, ടെറസ് കോട്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് നോർമൽ ബ്രീത്തബിൾ ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ്. ഇത് നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയ ഉടനെ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ടും കൂടി ഞാൻ പറയാം. പിന്നെ ഇത് നമുക്ക് 10 ഡിഗ്രി സെൽഷ്യസ്, ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നതും ഇത് 10 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തെർമൽ ഇൻസ്റ്റലേഷൻ മാതിരി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ അതിൽ ഒരു നമ്മൾ തെർമൽ കൂളൊക്കെ ഫിക്സ് ചെയ്ത് തെർമൽ ഇൻസ്റ്റലേഷൻ ചെയ്യുമല്ലോ, അതേമാതിരി ചെയ്ത മാതിരി 10 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ചൂട് കുറയ്ക്കും. പിന്നെ ഇത് ഇപ്പൊ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ലൈഫ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ലൈഫ് ടൈം ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് 5 years ആണ്. സെൽഫ് ലൈഫ് ടൈം, പെയിന്റിന്റെ സെൽഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് 36 months ആണ്. ഇത് നമുക്ക് ചെറിയ 1 mm ക്രാക്ക് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ട് നമുക്ക് ഈ പെയിന്റ് ഒരു പ്രൈം കോട്ടായിട്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ നമുക്ക് ക്ലോസ് ആവും. ആ ഒരു ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ അകത്ത് പോളിഫൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് ചെറിയ ചെറിയ പോർസിനെയൊക്കെ അത് തന്നെ ക്ലിയർ ചെയ്യും. പിന്നെ ഈ റിഫ്ലക്ടർ, ഇത് അതാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് കൂൾ കോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാന്നുള്ള രീതിയിൽ. ഈ റിഫ്ലക്ടർ അത് നമുക്ക് UV പ്രൊട്ടക്ട് ചെയ്തിട്ട് സൺ റിഫ്ലക്ട് തിരിച്ച് നമുക്ക് വീടിന്റെ അകത്തേക്ക് കിടക്കാത്ത രീതിയിൽ നമ്മൾ ടോപ്പ് കോട്ട്, ടെറസ് കോട്ടായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരും. പിന്നെ ഇതിന്റെ പാക്കിംഗ് സൈസ് എന്ന് പറഞ്ഞാലും 10 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 liters എന്നാണ് ഇതിന്റെ പാക്കിംഗ് സൈസ്. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സർഫേസ് വന്നിട്ട് ഡസ്റ്റ് ക്ലീൻ ആയിട്ടും പായല്, പൂപ്പല് ഇങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, വലിയ ക്രാക്കൊക്കെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ എന്തെങ്കിലും സാധനം വെച്ച് റീഫിൽ ചെയ്യണം. പക്ഷെ ഇതിലിപ്പോ സാർ പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൈമറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ പ്രൈമറൊക്കെ മിക്സ് ചെയ്യുന്ന മാതിരി 50% വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫൈബറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എലസ്ട്രോമാറ്റിക് ആണ്, പോളിഫൈബേഴ്സ് ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് ആയാലും റോളർ ആയാലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കഴുകി കാര്യങ്ങൾ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും. അത്രയ്ക്ക് എലോസ്ട്രോമാറ്റിക് ആയിരിക്കും ഇത്. പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് 1 ലിറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രൈമറായിട്ട് 80 to 100 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് സർഫേസ് കിട്ടുക. ഇത് പ്രൈമറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് 3 to 4 hours എങ്കിലും നമ്മൾ ഇതിന് ടൈമിംഗ് കൊടുക്കണം, ഒന്ന് സെറ്റായി ക്ലിയർ ആയി കിട്ടുന്ന വാട്ടർ പ്രൂഫ് കോട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമുക്ക് ക്രാക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. 3 mm സൈസിലുള്ള ക്രാക്ക് ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഫിൽ ചെയ്യാവുന്നതാണ്. ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, അതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് 3:1 അല്ലെങ്കിൽ 4:1. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ 1 ലിറ്റർ പെയിന്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ 4/1 ഭാഗം വൈറ്റ് സിമെന്റ്, 4/1 ഭാഗം വൈറ്റ് സിമെന്റും അതിന്റെ കൂടെ ചേർത്തിട്ട് ആ ക്രാക്ക് ഒക്കെ ഫിൽ ചെയ്യുക. അതായത് 1 ലിറ്റർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 250 അല്ലെങ്കിൽ 300 വൈറ്റ് സിമെന്റ് നമുക്ക് അതിന്റെ കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്രാക്ക് ഒക്കെ അത് രണ്ടും കൂടി കൂട്ടി കുഴച്ചിട്ട് നമുക്ക് ഈ ക്രാക്ക് ഒക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രാക്ക് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട്
ഫിൽ ആവും. 3 mm മുകളിലേക്കും 3 mm സൈസിലുള്ള ക്രാക്ക് ഒക്കെ വന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് വൈറ്റ് സിമെന്റ് വെച്ചിട്ടും നമുക്ക് ആ ക്രാക്ക് ഒക്കെ ഫിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇത് വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 to 25%. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 ലിറ്റർ ആണ് പെയിന്റ് ഐ മീൻ ജെൽ റോക്ക് ബക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ 10% to 20%, അതായത് 1 ലിറ്റർ മുതൽ 2.5 ലിറ്റർ മാത്രമേ വെള്ളം മിക്സ് ചെയ്യാവൂ. അതിന്റെ കൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രാക്ക് ഒക്കെ ആദ്യം ഫിൽ ചെയ്ത് അതിനുള്ള ഡ്രൈയിങ് ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു തോതിൽ, അതായത് 4:1 എന്നുള്ള റേഷ്യോ തന്നെയാണ്. അതായത് 10 ലിറ്റർ എടുക്കുമ്പോൾ 250, ഐ മീൻ 1 ലിറ്ററിന് 250 ml വെള്ളം, 10 ലിറ്റർ എടുക്കാന്നുണ്ടെങ്കിൽ 2.5 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും കൊടുക്കാനാണ്. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പണ്ട് പഠിച്ച മാതിരി തന്നെ ആദ്യത്തെ കോട്ട് മേളിൽ നിന്ന് താഴേക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ട് നമ്മൾ താഴെ നിന്ന് മേളിലേക്കോ അല്ല റൈറ്റിന് ലെഫ്റ്റ്, അതായത് ഏത് ഭാഗത്താണ് നമ്മൾ ആദ്യത്തെ കോട്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സെക്കൻഡ് കോട്ട് ചെയ്യുന്നത്. തേർഡ് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് തേർഡ് കോട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആദ്യത്തെ ഇങ്ങനെയാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തത് ഇവിടുന്ന് അങ്ങോട്ടോ, അല്ലെ ഇങ്ങനെയാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്തത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആദ്യത്തെ കോട്ട് എങ്ങനെയാണ് കൊടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയി. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ എന്താവും വെച്ചാൽ ഫസ്റ്റ് കോട്ട് ഒന്ന് സെറ്റായി ഡ്രൈയിങ് ടൈം കൊടുത്ത് സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് ലെയർ കോട്ടായിട്ട് വരും. ഈ കോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു രീതിയിലും വെള്ളം അതിന്റെ അകത്തേക്ക് വെള്ളമോ മോയ്സ്ചറോ ഒരു കണ്ടന്റും അതിലേക്ക് കടക്കാത്ത രീതിയിൽ നമുക്ക് ഇത് സെറ്റായി കിട്ടും. കവറേജ് ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിലേക്ക് 25 സ്ക്വയർ ഫീറ്റിനെ വലിച്ചു കൊണ്ടുപോകും. അത് കൂടുതൽ വലിക്കരുത്, ആ രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം അതിന്റെ മുകളിലേക്ക് വാട്ടർ ഒക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുക. 2-3